ശരി, കണ്ണനായരിലേക്ക് മടങ്ങിയെത്താം. അപ്പോൾ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി അതിനുശേഷം തീരുമാനം വരികയാണ്. പറഞ്ഞതുപോലെ തന്നെ റിമാൻഡിലായിരിക്കുകയാണ്. 14 ദിവസത്തേക്ക് രാഹുൽ മാങ്കൂട്ടത്തിലിനെ റിമാൻഡ് ചെയ്തിരിക്കുന്നു. മാവേലിക്കര സബ് ജയിലിലേക്കായിരിക്കും മാറ്റുക എന്നുള്ളതാണ്. അതിലും തീരുമാനമായിട്ടുണ്ട്. അപ്പോൾ മാവേലിക്കര സബ് ജയിലിൽ 14 ദിവസത്തേക്ക് ഇനി റിമാൻഡിലാവുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. കണ്ണൻ നായർ ചേരുന്നുണ്ട്. കണ്ണൻ, പുതിയ വിവരങ്ങൾ? പൂജ, രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിലിലേക്ക് പോകുന്നു, റിമാൻഡിലേക്ക് പോകുന്നു. 14 ദിവസത്തേക്കാണ് റിമാൻഡ് ചെയ്തിരിക്കുന്നത്. ജാമ്യാപേക്ഷ കോടതി പരിഗണിച്ചിട്ടില്ല. കോടതി സാധാരണ നേരത്തെ അന്ന് സൂചിപ്പിച്ചതുപോലെ ഇത്തരത്തിൽ ഉള്ള ജഡ്ജിമാരുടെ വീട്ടിലെത്തി, മജിസ്ട്രേറ്റിന്റെ വീട്ടിലെത്തി ജാമ്യാപേക്ഷ സമർപ്പിച്ചാൽ സാധാരണ പരിഗണിക്കുന്ന ഒരു പതിവില്ല, വാദപ്രതിവാദങ്ങൾ ഉണ്ടാകുന്ന പതിവില്ല. ആ പതിവ് ഇത്തവണയും നടന്നിരിക്കുന്നു. രാഹുലിന്റെ കേസിൽ ജാമ്യാപേക്ഷ പരിഗണിക്കേണ്ടതില്ല എന്നുള്ള തീരുമാനത്തിലേക്ക് കോടതി എത്തിയിരിക്കുന്നു. അങ്ങനെയാണ് 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരിക്കുന്നത്. മാവേലിക്കര സബ് ജയിലിലേക്കാണ് രാഹുലിനെ മാറ്റുന്നത്. നേരത്തെ കൊട്ടാരക്കരയോ തിരുവനന്തപുരത്തെയോ സബ് ജയിലിലേക്ക് മാറ്റാൻ സാധ്യതയുണ്ട് എന്നുള്ളതായിരുന്നു നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഈ കേസ് തിരുവല്ല കോടതിയിലേക്കായിരിക്കും പരിഗണിക്കുക. അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും അടുത്ത ജയിൽ എന്ന നിലയിൽ മാവേലിക്കര സബ് ജയിലിലേക്ക് മാറ്റാൻ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അല്പസമയത്തിനുള്ളിൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലെ മാവേലിക്കര സബ് ജയിലിലേക്ക് മാറ്റും. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന വ്യക്തിക്ക്, എംഎൽഎക്ക്, പാലക്കാട് എംഎൽഎക്ക് ജാമ്യമില്ല. അയാൾ ജയിലിലേക്ക് പോകുന്നു, ഇരുമ്പഴിക്കുള്ളിലേക്ക് പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം. ആദ്യ കേസുണ്ടായ സമയത്ത്, ആദ്യ ലൈംഗിക പീഡന പരാതി ഉണ്ടായ സമയത്ത് 10 ദിവസം ഒളിവിൽ കഴിഞ്ഞ ഒരു വ്യക്തിയാണ്. ആ വ്യക്തിക്ക് ജാമ്യം അനുവദിക്കുന്നത് ശരിയായ രീതിയല്ല. അത് സമൂഹത്തിന് തെറ്റായ സമീപനം നൽകും. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്തേക്ക് ഇറക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്തേക്ക് ഇറക്കി ഈ പോലീസ് ജീപ്പിലേക്ക് കയറ്റുകയാണ്. പോലീസ് ജീപ്പിലേക്ക് കയറ്റുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യമില്ല. ജാമ്യം നിഷേധിച്ചതിനെ തുടർന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ ഇപ്പോൾ ഈ പോലീസ് ജീപ്പിലേക്ക് കയറ്റാനുള്ള നടപടിയിലേക്ക് പോകുന്നത്. അല്പസമയത്തിനുള്ളിൽ തന്നെ രാഹുലിനെ മാവേലിക്കര സബ് ജയിലിലേക്ക് കൊണ്ടുപോകും. മാവേലിക്കര സബ് ജയിലിലായിരിക്കും ഇനിയുള്ള ദിവസങ്ങളിൽ രാഹുലിന് കഴിയേണ്ടി വരിക. തിരുവല്ല കോടതിയിലാണ് വരുന്ന നാളുകളിൽ ഈ കേസ് പരിഗണിക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ മാവേലിക്കര ഏറ്റവും അടുത്ത ജയിലായിട്ടുള്ള മാവേലിക്കരയിലേക്ക് രാഹുലിനെ മാറ്റാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. എന്ന് തന്നെയായാലും 14 ദിവസത്തേക്കാണ് സാധാരണ കോടതിയുടെ നടപടിക്രമമാണ്. 14 ദിവസത്തേക്കാണ് ഇപ്പോൾ റിമാൻഡ് ചെയ്തിരിക്കുന്നത്. ആ റിമാൻഡിൽ സമയത്ത് റിമാൻഡ് റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ സാധ്യതയുള്ള ആളാണ് ഈ പ്രതി, അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ. നേരത്തെ അതിജീവിതയെ ഭീഷണിപ്പെടുത്തിയ ഒരു വ്യക്തിയാണ്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പരാതി നൽകുമെന്ന് പറഞ്ഞ സമയത്ത് അതിജീവിതയെ ഭീഷണിപ്പെടുത്തിയ ഒരു വ്യക്തിയാണ്. ജാമ്യം നൽകി കഴിഞ്ഞാൽ സ്വാഭാവികമായും അത്തരത്തിൽ ഭീഷണിപ്പെടുത്താനുള്ള സാധ്യതയുണ്ട്, ആക്രമണങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതിജീവിതയുടെ അച്ഛനെയും അമ്മയും സഹോദരനെയും അടക്കമുള്ള ആൾക്കാരെ ആക്രമിക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയ വ്യക്തിയാണ്. പലതരത്തിലുള്ള ലൈംഗിക പീഡനം അടക്കമുള്ള നടത്തിയ വ്യക്തിയാണ്. നേരത്തെ സമാനമായ രീതിയിലുള്ള കേസിൽ ഉൾപ്പെട്ടിട്ടുള്ള വ്യക്തിയാണ്. ഒരു കാരണവശാലും ജാമ്യം അനുവദിക്കുന്നത് ശരിയാവില്ല എന്നുള്ളതായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം. ആ വാദങ്ങൾ പൂർണ്ണമായും അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്യാനുള്ള തീരുമാനത്തിലേക്ക് രാഹുലിന്റെ ഭാഗത്ത് നിന്നും ശക്തമായ നീക്കങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു. ഇന്ന് തന്നെ ജാമ്യാപേക്ഷ പരിഗണിക്കണം തുടങ്ങിയ വാദങ്ങളൊക്കെ തന്നെ മുന്നിലേക്കും വെക്കുന്നുണ്ടായിരുന്നു. ആ നീക്കങ്ങൾ രാഹുലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. രാഹുലിന്റെ ഭാഗത്തു നിന്ന് പലതരത്തിലുള്ള നീക്കങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ നീതിപീഠത്തിന് മുന്നിൽ ആ നീക്കങ്ങളൊന്നും വിലപ്പോയില്ല എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം. ഒരു കാരണവശാലും ഇന്ന് ജാമ്യാപേക്ഷ പരിഗണിക്കാൻ സാധിക്കില്ല. ജാമ്യാപേക്ഷ സമർപ്പിക്കുക എന്നുള്ളതും അതിന്മേലുള്ള വാദങ്ങൾ ദൃശ്യങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎ ജയിലിലേക്ക് പോകുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎ നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ 14 ദിവസം ഇനി മാവേലിക്കര സബ് ജയിലിലുണ്ടാകും രാഹുൽ മാങ്കൂട്ടത്തിൽ. അപ്പോൾ ആ വിവരം വരികയാണ്. 14 ദിവസം ഇനി മാവേലിക്കര സബ് ജയിലായിരിക്കും രാഹുൽ മാങ്കൂട്ടത്തിൽ ഉള്ളത് എന്നുള്ളതാണ്. ഗുരുതരമായ പരാമർശങ്ങളായിരുന്നു ആ പരാതിയിലുള്ളത്. അങ്ങനെ അറസ്റ്റ് മെമ്മോ, അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ നമുക്ക് ലഭിച്ചതാണ്. ബലാത്സംഗം, ഭീഷണിപ്പെടുത്തൽ തുടങ്ങിയ വകുപ്പുകളാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ചുമത്തിയിരിക്കുന്നത്. രാഹുലിനെതിരെ പ്രധാനപ്പെട്ട ഗുരുതരമായ കാര്യങ്ങൾ തന്നെയാണ് റിപ്പോർട്ടിൽ പോലീസ് പരാമർശിച്ചിട്ടുള്ളതും. അങ്ങനെ അധികാരവും സ്വാധീനവും ഉപയോഗിച്ച് പരാതിക്കാരിയെ ഭീഷണിപ്പെടുത്താനുള്ള സാധ്യതയുണ്ട്. മുൻപും എഫ്ഐആറിന് മുൻപ് തന്നെ അതിജീവിതയെ ഭീഷണിപ്പെടുത്തുന്നുണ്ടായിരുന്നു. കസ്റ്റഡി വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഒളിവിൽ പോകാൻ സാധ്യതയുണ്ട്. മുൻപ് സമാനമായ കേസുകളിൽ നമ്മൾ കണ്ടതാണ്. ഒരു ഹാബിച്വൽ ഒഫൻഡറാണ്. സമാനമായ രീതിയിൽ കുറ്റകൃത്യങ്ങൾ നടത്തി വരുന്ന ഒരാളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎ എന്നുള്ള ഗുരുതരമായ കാര്യമാണ് അറസ്റ്റ് റിപ്പോർട്ടിൽ പറയുന്നത്. അങ്ങനെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുന്നു. ആ റിപ്പോർട്ടിന്റെ വിവരങ്ങൾ വരുന്നു. 14 ദിവസത്തേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ മാവേലിക്കര ജയിലിലേക്ക് പോവുകയാണ് എന്നുള്ള വിവരമാണ്. രാഹുലിനെ ജയിലിലേക്ക് കൊണ്ടുപോവുകയാണ്. ഇനി അഴിക്കുള്ളിലാണ് കുറെ നാൾ. അതേസമയം തന്നെ ശക്തമായ നീക്കങ്ങൾ രാഹുലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇനി ഓപ്പൺ കോർട്ടിലായിരിക്കും നടപടിക്രമങ്ങൾ, ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പോകും.